വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു. ഞങ്ങൾ നടന്നാണ് പോയത്, കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. പിന്നെ വരുന്ന വഴിക്ക് പാലയത്തും കയറി, ഉള്ളോട്ട് കയറിയില്ല, പുറത്തും തൊഴുതു. അപ്പോൾ ഞാൻ ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കുന്നത് വിചാരിച്ചു. ഇത് നമ്മളെ പാലയം കൊട്ടാരത്തിൽ 101 മുറിയുള്ള വീടാണ്. അപ്പോൾ ഞാൻ അതിലേ പോയപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വെച്ചാൽ എടുത്താണ്. പിന്നെ ഇന്നിവിടെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ചേട്ടൻ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ പച്ചക്കറിയേ പറ്റുള്ളൂ, കാരണം മീനും ഒന്നും പാടില്ല, വ്രതമാണ്. അപ്പോൾ പച്ചക്കറി കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് മോള് പറഞ്ഞത് എനിക്കും കൃഷ്ണനാണെന്ന്. കാരണം എൻ്റെ ഏട്ടൻ്റെ മോള് ഇവിടെ ഒരേ പ്രായമാണ്. അപ്പോൾ അവളെ ഫോട്ടോഷൂട്ട് ജിമ്മിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളെ ഫോട്ടോഷൂട്ട് കണ്ടപ്പം അതുപോലെ ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ സാധനം മേടിക്കാൻ പോയി. ചേട്ടത്തിൻ്റെ ആളായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് ഞങ്ങളെ കടയിൽ കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് വാങ്ങി പെട്ടെന്ന് വന്നു. വന്നവിടെ തന്നെ ഞാൻ അവൾക്ക് ചോറ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉറക്കി. ഞാൻ അതിന് ശേഷമാണ് കൃഷ്ണ ഡ്രസ്സൊക്കെ വാങ്ങിയപ്പോൾ ഈ കഴുത്തിലിടുന്ന സംഭവമില്ലേ, അതിൻ്റെ ഒരു കുറവുണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ അടിച്ചു. അല്ല, അവളിട്ട പാവാടല്ലേ, മഞ്ഞപ്പാവാട, അത് ഞാൻ തയ്ച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനൊരു ഇതടിച്ചു. അപ്പോൾ എനിക്ക് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ മോള് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഞാൻ തന്നെയാണ് ഇവളെ റെഡിയാക്കുകയൊക്കെ ചെയ്തത്, മേക്കപ്പ് എല്ലാം ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് എല്ലാം കറക്റ്റ് ചെയ്തത്. അവിടുന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്ന് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ റെഡിയായി ഇവിടെ എത്തി. ഇതാണ് രഥം, കൃഷ്ണനെ വെച്ച രഥം. ഇവിടുന്ന് നമ്മൾ പുറപ്പെടും. അവിടെ ഒരു ഉറി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ഉറി അടിക്കും. ഇതടിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പുറപ്പെടുക. അപ്പം കുഴപ്പമില്ല, നല്ല കൃഷ്ണഗിരിയൊക്കെ അടിച്ച് പൊളിച്ചു. അപ്പം ഞങ്ങൾ നടന്നത് അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ തവണേനെക്കാട്ടും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അവിടെ നിന്നോട്ട് ഇവിടം വരെ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു, എനിക്ക് ഒട്ടും പാടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുടാന്നതിന് മുന്നേ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ചേട്ടൻ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങളെ താമസിക്കുന്നതിൽ കൊണ്ടുപോകും. അപ്പോൾ ഇതേ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ കൃഷ്ണ ജയന്തി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീട്ടിലേക്ക് പോട്ടെ. അപ്പം ബൈ ബൈ.